നമസ്കാരം, ഭാരത് ലൈവിലേക്ക് സ്വാഗതം. വയനാട് ജില്ലയിലെ സുൽത്താൻ ബത്തേരി ഗണപതി വട്ടം എന്ന പേരുമാറ്റവുമായി ബന്ധപ്പെട്ട വാർത്തയുമായി ഏറെ ചർച്ചകളിൽ ഇടം പിടിച്ചു കഴിഞ്ഞിരുന്നു. നിരവധി പേർ സുൽത്താൻ ബത്തേരിയുടെ പഴയ പേരായ ഗണപതി വട്ടം എന്ന ഈ പേരിനെ കുറിച്ച് തിരഞ്ഞിട്ടുണ്ടാവാം. തിരഞ്ഞെടുപ്പിൽ വിജയിച്ചാൽ വയനാട് ജില്ലയിലെ സുൽത്താൻ ബത്തേരിയുടെ പേര് മാറ്റി ഗണപതി വട്ടം എന്നാക്കുമെന്നാണ് BJP സംസ്ഥാന അധ്യക്ഷൻ K. സുരേന്ദ്രൻ പ്രഖ്യാപിച്ചിരുന്നത്. ഗണപതി വട്ടം എന്ന ഈ പേരിന് പിന്നിലെ ചരിത്രം എന്താണ്? എങ്ങനെയാണ് ഗണപതി വട്ടം മാറി സുൽത്താൻ ബത്തേരിയായത്? സുൽത്താൻ ബത്തേരിക്ക് മുൻപ് ഗണപതി വട്ടം എന്ന് തന്നെയായിരുന്നു ഈ സ്ഥലത്തിന്റെ പേര്. നമുക്ക് ആ ചരിത്രത്തിലേക്ക് ഒന്ന് തിരിഞ്ഞു നോക്കാം. വയനാട്ടിലെ 3 മുനിസിപ്പൽ പട്ടണങ്ങളാണ് സുൽത്താൻ ബത്തേരിയും മാനന്തവാടിയും കൽപ്പറ്റയും. അതിൽ സുൽത്താൻ ബത്തേരിയിൽ ഗണപതി വട്ടം എന്ന് പേരുള്ള ഒരു ശിലാക്ഷേത്രം ഉണ്ടായിരുന്നു. സുൽത്താൻ ബത്തേരിയുടെ കേന്ദ്രബിന്ദു കൂടിയാണ് ഈ ക്ഷേത്രം. 1-ാം നൂറ്റാണ്ടിനടുത്ത പഴക്കവുമുണ്ട് ഈ ക്ഷേത്രത്തിന്. ജൈനന്മാരാണ് വിജയനഗര വാസ്തുവിദ്യാ ശൈലിയിൽ ഈ ക്ഷേത്രം നിർമ്മിച്ചത്. 18-ാം നൂറ്റാണ്ടിന്റെ 2-ാം പകുതിയിൽ മൈസൂരിലെ ഭരണാധികാരിയായിരുന്ന ടിപ്പു സുൽത്താന്റെ ആക്രമണത്തിൽ ഈ ഗണപതി ക്ഷേത്രം ഭാഗികമായി തകർക്കപ്പെട്ടു. പിന്നീട് സുൽത്താൻ ബത്തേരിയിലെ ഈ ഗണപതി ക്ഷേത്രം തന്റെ സൈന്യത്തിന് ആയുധങ്ങൾ സൂക്ഷിക്കാനുള്ള സ്റ്റോർ റൂമായി ടിപ്പു സുൽത്താൻ ഉപയോഗിച്ചു. സുൽത്താന്റെ ആയുധപ്പുര എന്ന അർത്ഥത്തിലാണ് സുൽത്താൻ ബാറ്ററി എന്ന് പിൽക്കാലത്ത് അധിനിവേശ ശക്തികൾ ഈ സ്ഥലത്തിന് പേരിട്ടത്. അത് പിന്നീട് സുൽത്താൻ ബത്തേരിയായി മാറുകയായിരുന്നു. സുൽത്താൻ ബത്തേരിക്ക് ഗണപതി വട്ടം എന്ന പേരുണ്ടാവുന്നതിന് മുൻപ് മറ്റ് പല പേരുകളും ഉണ്ടായിരുന്നു. എങ്ങനെയാണ് ചരിത്രകാരന്മാർ ചൂണ്ടിക്കാട്ടുന്നത്? മാധ്യമപ്രവർത്തകനും ചരിത്രകാരനുമായ OK ജോണിയുടെ വയനാട് രേഖകൾ എന്ന പുസ്തകത്തിൽ ഇതേക്കുറിച്ചുള്ള കൂടുതൽ ചരിത്രങ്ങളുണ്ട്. വയനാട്ടിലെ പനമരത്തിനടുത്തുള്ള വരദൂരയിലെ ജൈന ബസ്തിയിൽ നിന്ന് ഏതാനും വർഷങ്ങൾക്ക് മുൻപ് കണ്ടെടുത്ത ഒരു ലിഖിതത്തിൽ വയനാട്ടിലെ ജൈന ക്ഷേത്രങ്ങളെ പറ്റിയും മറ്റും സൂചിപ്പിക്കുന്നുണ്ട്. ഈ ലിഖിതത്തിൽ സുൽത്താൻ ബത്തേരിയെ ഹിന്നരഡുബീതി എന്നാണ് വിശേഷിപ്പിക്കുന്നത്. ഹിന്നരഡുബീതി എന്ന കന്നഡ വാക്കിനർത്ഥം 12 വീതികൾ എന്നാണ്. ഇവിടെ 12 ജൈന തെരുവുകൾ ഉണ്ടായിരുന്നു. സുൽത്താൻ ബത്തേരിയിലെ മാനിക്കുന്ന് 80 വർഷങ്ങൾക്ക് മുൻപ് വരെ ഹിന്നരഡുബീതി എന്നാണ് അറിയപ്പെട്ടിരുന്നത്. OK ജോണിയുടെ വയനാട് രേഖകൾ എന്ന പുസ്തകത്തിലെ പ്രസക്ത ഭാഗങ്ങളാണിത്. ഹൈന്ദവ വിശ്വാസികളായ ചെട്ടി സമുദായം ബത്തേരിയിൽ എത്തിയതോടെയാണ് ബത്തേരി ഗണപതി വട്ടമായി മാറുന്നത്. മുൻപ് പറഞ്ഞ ഗണപതി ക്ഷേത്രമാണ് ഈ പേരിന് കാരണമായതും. അതുകൊണ്ട് തന്നെ അധിനിവേശ ശക്തികളെ മഹത്വവൽക്കരിക്കുന്ന ടിപ്പു സുൽത്താന്റെ പേരുകൊണ്ട് ഒരു പ്രദേശത്തിന്റെ ചരിത്രത്തെയും സത്വത്തെയുമാണ് വളച്ചൊടിക്കപ്പെട്ടിരിക്കുന്നത്. അതുകൊണ്ട് ഈ പേരുമാറ്റത്തിലൂടെ നഷ്ടമായ സ്വത്വത്തെ വീണ്ടെടുക്കുക തന്നെ വേണം.